NHSന്റെ ഫണ്ടിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സ്വപ്നം കാത്തു കഴിയുന്ന ഒരുപാട് പേർക്ക് UK വരാനും ജോലി ചെയ്യാനുമുള്ള സാധ്യത നഴ്സുമാരുടെയൊക്കെ ഷോർട്ടേജ് ഉള്ളയിടത്ത് നമ്മൾ തീർച്ചയായിട്ടും പുതിയ രീതിയിൽ ആൾക്കാരെ എടുക്കുന്നതായിരിക്കും. എന്നിട്ട് ആ ഒരു ഷോർട്ടേജ് ഫിൽ ചെയ്യുന്നതായിരിക്കും എന്ന് സ്റ്റേറ്റിംഗ് പറയുന്നു. എല്ലാവർക്കും ഏറ്റവും പുതിയ സ്വാഗതം. പേടിച്ചോ? അതായത് നമ്മളിപ്പോൾ ഒക്ടോബർ 31 ഒക്ടോബർ മാസം UK എല്ലാവരും ഹാലോവിൻ, UK യൂറോപ്യൻ കൺട്രീസിലൊക്കെ മിക്കവാറും ഹാലോവിൻ ആഘോഷിക്കാനുണ്ടോ. ഹാലോവിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മൾ ഒരുപാട് വീഡിയോസിലും മറ്റും കണ്ടതാണല്ലോ. അതായത് നവംബർ 1, പണ്ടൊക്കെ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് നവംബർ 1-ാം തീയതി ആയിട്ടായിരുന്നു കേട്ടോ യൂറോപ്പിലൊക്കെ. അപ്പോൾ നവംബർ എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ ദിനമായിരുന്നു, ഹാലോ ഡേ. അപ്പോൾ അതിന് തലേന്ന് ഹാലോവിൻ ഒക്ടോബർ 31-ാം തീയതി മരണദേവനായിട്ടുള്ള സോഹൻ ഈ മരിച്ച ആത്മാക്കൾക്ക് തങ്ങൾ പ്രിയപ്പെട്ടവരെ കാണാൻ പോകാൻ വേണ്ടി ഒരു ദിവസം കൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി. നമ്മുടെ നാട്ടിലൊക്കെ മഹാബലിക്ക്, നമ്മളെ കേരളത്തിലെ ഓണം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മളെ മഹാബലിക്ക് പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് ഒരു അവസരം കൊടുക്കുന്നു എന്ന പോലെ തന്നെ മരണപ്പെട്ട ആത്മാക്കൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാൻ വേണ്ടി പോകാൻ ഒരു അവസരം കൊടുക്കുകയുണ്ടായി. അതാണ് ഒക്ടോബർ 31-ാം തീയതി. അപ്പോൾ ഒക്ടോബർ 31-ാം തീയതി നമ്മുടെ പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടു പോയ കാരണവന്മാരെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെയുള്ള വേഷങ്ങളെല്ലാം കെട്ടി, അതേപോലെ തന്നെ മൊത്തം ഒരു ഹൊറർ രീതിയിൽ വീടിനെയൊക്കെ അലങ്കരിച്ച് കാത്തിരിക്കുന്നു എന്നുള്ളതാണ് സങ്കല്പം. അതാണ് ഹാലോവിൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഹാലോവിൻ മാസമാണ്, ഒക്ടോബർ ആയല്ലോ. സോ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരിക്കലും ഹാലോവിന് ബന്ധപ്പെട്ടൊരു വീഡിയോ അല്ല. ഒക്ടോബർ സ്റ്റാർട്ടിംഗ് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ മിക്ക വീഡിയോകളിലും ഇനി ഹാലോവിൻ്റെ ഒരുക്കങ്ങളാണ്. ഒക്ടോബർ 31-ാം തീയതിയോടെ ഹാലോവിൻ ആഘോഷിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഡിസംബറിലോട്ട് ക്രിസ്മസ് ആഘോഷങ്ങളിലോട്ട് മാറുകയായി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളെ പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ്. UK NHSന്റെ റീഫോമിനെ കുറിച്ച് ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാം. അതിനു വേണ്ടിയിട്ട് ഹെൽത്ത് സെക്രട്ടറിയും അതേപോലെ തന്നെ UK ഗവൺമെൻറ്റും ഒക്കെ നിതാന്ത പരിശ്രമത്തിലുമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അറിയാൻ പറ്റും. സോ അതിനെക്കുറിച്ചൊരു പുതിയ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. UK ഇപ്പോൾ NHS അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നഴ്സുമാരുടെ ഷോർട്ടേജ് തന്നെയാണ് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പിങ്ങിലാണ് താനും. പണ്ടൊക്കെ ബൾക്കായിട്ട് 400-200 പേരെയൊക്കെ ഒരേ സമയത്ത് എടുത്തിരുന്നത് ഇപ്പോൾ അത് 10-5 പേരോ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും, നമുക്കറിയാത്ത പല സ്ഥലങ്ങളിലൊക്കെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഉണ്ട്. പക്ഷേ അത് ബൾക്കായിട്ടല്ല, 5-10 പേര് എന്ന രീതിയിലാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെൽത്ത് സെക്രട്ടറി ആയിട്ടുള്ള വെസ്റ്റ് സ്റ്റീറ്റിംഗ് NHS റീഫോമിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ പുതിയ പ്ലാൻസും പദ്ധതികളെ കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു പോവുകയാണ് കേട്ടോ. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന ഒരു വാർത്ത കൂടി, ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഹെൽത്ത് സെക്രട്ടറിയുടെ പ്രസ്താവനയിലോട്ട് പോവാം. അതായത് UK നഴ്സുമാരുടെ സംഘടനയായിട്ടുള്ള RCN, റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആയിട്ട് വലിയൊരു സംഘടനയാണ് RCN. ഈ ഒരു 5.5% സാലറി ഹൈക്ക് കഴിഞ്ഞ ഈ ഒരു കെയർ സ്റ്റാമർ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു. ഈ 5.5% സാലറി ഹൈക്ക് നിരസിച്ചിരിക്കുകയാണ്. ഡോക്ടേഴ്സിന് 22.3% ഹൈക്കും നഴ്സസിന് 5.5% ഹൈക്കുമാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നത്. ഈ ഒരു അവസരത്തിൽ RCN നഴ്സുമാർക്കിടയിൽ തന്നെ ഒരു സർവേ നടത്തുകയും ആ സർവേയിൽ പങ്കെടുത്ത 2% പേരും ഈ ഒരു ഹൈക്കിൽ തൃപ്തരല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. RCN തിരിച്ച് ഗവൺമെന്റിന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, റീസണബിൾ ആയിട്ടുള്ള ഒരു ഹൈക്ക് ഉടനെ പ്രഖ്യാപിച്ചില്ല എങ്കിൽ വീണ്ടും സമരങ്ങളിലോട്ട് പോകും എന്നാണ് RCN പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2023 നല്ല രീതിയിലുള്ള ഒരു സമരം ആദ്യമായിട്ട് UK ചരിത്രത്തിൽ ആദ്യമായിട്ട് നഴ്സുമാരുടെ സമരം RCN നേതൃത്വം നടത്തിയിരുന്നു. അപ്പോൾ ഇനിയും അതേപോലെയുള്ള സമരമുഖങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് RCN പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോവിഡ് മഹാമാരി സമയത്ത് UK ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ചിരുന്ന നഴ്സുമാരുടെ സേവനത്തെക്കുറിച്ച് ഒരിക്കലും ഗവൺമെന്റ് മറന്നു പോകരുത് എന്നും RCN പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തക്കതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻക്രിമെന്റ് RCN നഴ്സുമാർക്ക് നൽകണം എന്നും ആവശ്യപ്പെടുന്നു. അപ്പോൾ RCN എന്ന് പറഞ്ഞാൽ ശക്തമായ രീതിയിൽ നഴ്സുമാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നഴ്സുമാരെ കുറിച്ചൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നഴ്സിംഗ് മേഖലയിൽ ഒരുപാട് സമ്മർദ്ദവും ഷോർട്ടേജും കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ UK എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞൊരു 3 വർഷക്കാലമായിട്ട് 20-25% കുറവ് വിദ്യാർത്ഥികളാണ് UK നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഒരിക്കലും ഈ ഒരു വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ച് ഭാവിയിൽ NHSന് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നും എന്നതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് റീസ്റ്റാർട്ട് ചെയ്യണമെന്നും RCN
പ്രസ്താവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒക്ടോബറിൽ ഇപ്പോൾ ഒക്ടോബറിൽ നമുക്ക് പുതിയൊരു ബഡ്ജറ്റ് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ഈ ഒരു ബഡ്ജറ്റിൽ NHSന് ഫണ്ടിങ് തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. NHSന്റെ ഫണ്ടിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സ്വപ്നം കാത്തു കഴിയുന്ന ഒരുപാട് പേർക്ക് UK വരാനും ജോലി ചെയ്യാനുമുള്ള സാധ്യത വർദ്ധിക്കുന്നതായിരിക്കും. NHSന്റെ റീഫോമിന് വേണ്ടിയിട്ട് ഡാർസി പ്രഭുവിന്റെ നേതൃത്വത്തിൽ 2023 ഒക്ടോബറിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു കേട്ടോ. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് 2024 സെപ്റ്റംബർ 12 പ്രഖ്യാപിച്ചിരുന്നു. ആ റിപ്പോർട്ടിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തീർച്ചയായിട്ടും വീഡിയോ ഉണ്ടാവും. അല്ലെങ്കിൽ ഈ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ ഒരു ലിങ്ക് വരുന്നതായിരിക്കും. ആ ലിങ്കിൽ കയറിയിട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് പ്രകാരം ഒരു 10-year ലോങ് ടേം പ്ലാൻ ഉണ്ടായിരിക്കും എന്നും ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ മാർച്ച് 2025 ഒരു 10-year പ്ലാൻ ഫോർ NHSന് വേണ്ടിയിട്ട് ഉണ്ടാകും എന്നും ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇടക്കാലമായിട്ട് ഇപ്പോൾ ഹെൽത്ത് സെക്രട്ടറി ആയിട്ടുള്ള വെസ്റ്റ് കീറ്റിംഗ് പുതിയ ഒരു പദ്ധതിയല്ല, NHSനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വീക്ഷണം പ്രഖ്യാപിച്ചിരുന്നു. സോ അതും നമ്മളൊന്ന് ഇവിടെ വിലയിരുത്തുകയാണ്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് തന്നെ നമുക്ക് ആ ഒരു നമുക്ക് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഒന്ന് നോക്കാം. അദ്ദേഹം ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് വർക്ക് ഫോഴ്സ് എക്സ്പാൻഷൻ ആൻഡ് റീടെൻഷൻ ആണ്. അതായത് ആവശ്യകത കൂടുതലുള്ള ഭാഗങ്ങളിൽ അല്ലെങ്കിൽ സെക്ടറിൽ ഡോക്ടേഴ്സ് ആണോ നഴ്സസ് ആണോ ഏറ്റവും കൂടുതൽ ആവശ്യം എവിടെയാണോ അവിടെ നമ്മൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കും എന്ന് തന്നെയാണ് ഹെൽത്ത് സെക്രട്ടറി സ്റ്റീറ്റിംഗ് അഭിപ്രായപ്പെടുന്നത്. അതായത് ഡോക്ടർമാരെ നഴ്സുമാരുടെയൊക്കെ ഷോർട്ടേജ് ഉള്ളയിടത്ത് നമ്മൾ തീർച്ചയായിട്ടും പുതിയ രീതിയിൽ ആൾക്കാരെ എടുക്കുന്നതായിരിക്കും, എന്നിട്ട് ആ ഒരു ഷോർട്ടേജ് ഫിൽ ചെയ്യുന്നതായിരിക്കും എന്ന് സ്റ്റീറ്റിംഗ് പറയുന്നു. ഇതുവഴി NHSന്റെ കുറച്ച് കാലങ്ങളായിട്ടുള്ള നീണ്ട വെയിറ്റിംഗ് ലിസ്റ്റ്, ഈ NHSന് ഇത്രത്തോളം നീണ്ട ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എല്ലാവർക്കും അറിയാവുന്ന പോലെ കോവിഡ് മഹാമാരി തന്നെയായിട്ടോ. കോവിഡ് മഹാമാരി ആരംഭിച്ചതോടെ നമുക്ക് കോവിഡിന്റെ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉരുത്തിരിയുകയും നല്ല രീതിയിൽ സ്റ്റേബിളായി പോയിക്കൊണ്ടിരുന്ന എല്ലാം നമ്മളിപ്പോൾ UK-യിലാവട്ടെ ഇന്ത്യയിലാവട്ടെ എല്ലാവരുടെയും ആരോഗ്യ രംഗത്ത് ഒരു തകിടം മറിയുകയും ചെയ്തു. UK-യുടെ സ്ഥിതി എന്ന് പറയുമ്പോൾ എല്ലാം ഒരു സ്റ്റേബിളായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അതായത് ഓരോ ഡേറ്റിന് സർജറികൾ, ഓരോ ഡേറ്റിന് അപ്പോയിൻമെൻറ്റുകളൊക്കെ ആയിട്ട് പക്ക ആയി പോയിക്കൊണ്ടിരുന്ന സിസ്റ്റം തകിടം മറിക്കുന്ന രീതിയിലാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നതോടെ ഈ അപ്പോയിൻമെൻറ്റ് ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം നാളെ നീണ്ടു പോയി. പിന്നീട് വരുന്ന പല അപ്പോയിൻമെൻറ്റുകളും പല ചികിത്സകളും അങ്ങനെ അത് പ്രകാരം നീണ്ട് അതുകൊണ്ടാണ് UK-യിലേക്ക് ഇത്രയും നീണ്ട വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടാവാൻ കാരണം. അപ്പോൾ ആ ഒരു മഹാമാരി സമയത്ത് ഉള്ള ഒരു പ്രശ്നമാണ് ഇപ്പോഴും UK അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വെയിറ്റിംഗ് ലിസ്റ്റിൽ പരിഹരിക്കാൻ വേണ്ടി ഡോക്ടർമാരെയും നഴ്സുമാരെയും കാര്യക്ഷമമായ രീതിയിൽ നിയമിക്കും എന്നുള്ളതാണ് വെസ്റ്റ് കീറ്റിംഗ് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞ കമ്മിറ്റി റിപ്പോർട്ടിലും അതിനു മുൻപ് അധികാരമേറ്റ ഉടനെ കെയർ സ്റ്റാമർ അഭിപ്രായപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് വെസ്റ്റ് കീറ്റിംഗ് ഒരിക്കൽ കൂടി പറഞ്ഞു വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മോഡേണൈസേഷൻ ഓഫ് ടെക്നോളജി അഥവാ സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണം എന്നാണ്. ഇതും കഴിഞ്ഞ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്ന കാര്യം തന്നെയാണ്. അതായത് സാങ്കേതിക വിദ്യയ്ക്ക് ആധുനികവൽക്കരണം, അതുപ്രകാരം NHS ഡിജിറ്റലൈസ് ആക്കും എന്നുള്ളതാണ് പറയുന്നത്. NHS ഡിജിറ്റലൈസ് ആക്കുന്നതിലൂടെ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലും ഒരുപാട് അപ്ഡേറ്റ്സുകൾ വരും. അതേപോലെ തന്നെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. പേഷ്യൻസിന് ഒരുപാട് രീതിയിൽ പെട്ടെന്ന് അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്നും സ്റ്റീറ്റിംഗ് പറയും. കുട്ടികൾക്ക് വേഗത്തിലും കാര്യക്ഷമമായ രീതിയിലുമുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങൾ ഉപകാരപ്രദമാകുമെന്നും സ്റ്റേറ്റിംഗ് അഭിപ്രായപ്പെടുന്നുണ്ട്. ടാക്ലിംഗ് ദ ബാക്ക്ലോഗ്, അതെ നേരത്തെ പറഞ്ഞ കോവിഡ് മഹാമാരി സമയത്ത് ഒരുപാട് പെൻഡിങ് വർക്കുകൾ വന്നെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം ടാക്കിൾ ചെയ്തിട്ട് കണ്ടുപിടിക്കുമെന്നും കുറച്ചുകൂടി കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കുമെന്നും സ്റ്റേറ്റിംഗ് പറയും. ആ ലിസ്റ്റുമായിട്ട് NHS മല്ലിടുകയാണ് എന്നാണ് വെസ്റ്റ് സ്റ്റേറ്റിംഗ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കും എന്നാണ് സ്റ്റേറ്റിംഗ് അവകാശപ്പെടുന്നത്. നാലാമത്തെ പോയിന്റ് ഇന്റഗ്രേറ്റഡ് കെയർ സിസ്റ്റംസ് ആണ്, ICS. അതായത് ഹോസ്പിറ്റലുകളും കെയർ സെൻ്ററുകളും ഏകോപിച്ച് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്നാണ് സ്റ്റേറ്റിംഗ് പറഞ്ഞു വെക്കുന്നത്. അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളും ഹോസ്പിറ്റലുകളിൽ ഏകോപിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ NHSന് സമ്മർദ്ദം കുറയ്ക്കുക, അതേപോലെ തന്നെ കാര്യക്ഷമമായിട്ട് ചികിത്സ സർവീസ് പേഷ്യൻസ് നൽകുക എന്നും സ്റ്റേറ്റിംഗ് പറയുന്നു. രോഗികൾക്ക് തടസ്സമില്ലാത്ത സേവനം പ്രദാനം ചെയ്യാൻ ഇത് സഹായകരമാകുമെന്നാണ് ഗവൺമെന്റ് വിലയിരുത്തൽ. അഞ്ചാമത്തെ പോലെ സോഷ്യൽ കെയർ റീഫോം എന്ന് തന്നെയാണ്. അതായത് സോഷ്യൽ കെയറിൽ റീഫോം ചെയ്യുന്നതിലൂടെ NHSന് തടസ്സമില്ലാത്ത സേവനം നൽകാനും അതേപോലെ തന്നെ സമ്മർദ്ദം കുറഞ്ഞ് വർക്ക് ചെയ്യാനും സാധിക്കുമെന്നും സ്റ്റേറ്റിംഗ് അവകാശപ്പെടുന്നുണ്ട്. പ്രായമായവർക്കും ദുർബലരായവർക്കും ചികിത്സ ലഭിക്കാൻ ഇത് എളുപ്പമാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇത് മുൻപ് നമ്മുടെ റിവ്യൂ കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങളെ കുറച്ച് മോഡിഫൈ ചെയ്തിട്ട് തന്നെ സ്റ്റേറ്റിംഗ് അവതരിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് ഇത് പോയിന്റുകൾ വായിച്ചതിലൂടെ എനിക്ക് മനസ്സിലാക്കുന്നത്. NHSന്റെ ചേഞ്ചസ്, NHS മാറണം, NHSൽ അപ്ഡേറ്റ്സ് വരണം എന്ന് നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ കെയർ സിസ്റ്റത്തിലും മാറ്റങ്ങൾ വരണം എന്നും സ്റ്റേറ്റിംഗ്. ആറാമത് ഫിനാൻഷ്യൽ സസ്റ്റൈബിലിറ്റി. NHSന്റെ ലോങ് ടൈം ആയിട്ടുള്ള ഫിനാൻഷ്യൽ സസ്റ്റൈബിലിറ്റിയാണ് സ്റ്റേറ്റിംഗ്
പ്ലാൻ ചെയ്യുന്നത്. അതായത് NHSന് ദൂരവ്യാപകമായ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് സ്റ്റേറ്റ് ടീം പറയുന്നത്. NHSന് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് അദ്ദേഹം ആദ്യം അതിനെക്കുറിച്ച് ലക്ഷ്യമിടുന്നത്. കാരണം NHS ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇന്റർനാഷണൽ നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കാത്തത്. NHSനുള്ള റീഫണ്ട് ഫണ്ടിങ് കൊടുക്കുന്നത് വളരെ കുറഞ്ഞ രീതിയിലാണ് ഗവൺമെന്റ്. അപ്പോൾ NHSന് എങ്ങനെയെങ്കിലും ഫണ്ടിങ് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നാണ് സ്റ്റേറ്റ് ടീം പറഞ്ഞു വെക്കുന്നത് കേട്ടോ. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം NHSന് ഫണ്ടിങ് ലഭ്യമാക്കുന്നതിലൂടെ തന്നെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് റീസ്റ്റാർട്ട് ചെയ്യുകയും അതേപോലെ നമ്മുടെ നാട്ടിലുള്ള കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള ഒരുപാട് പേർക്ക് വീണ്ടും UK വരാൻ ജോലി ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. പബ്ലിക് ഹെൽത്ത് പ്രിവെൻഷൻ, അത് നേരത്തെ പറഞ്ഞ പോയിന്റുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. സോഷ്യൽ റിഫോമുമായി ചെറുതായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് ഈ പബ്ലിക് ഹെൽത്ത് പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അതായത് ആരോഗ്യം സംരക്ഷിക്കുന്നതിന് സാധാരണക്കാർക്ക് നല്ല രീതിയിലുള്ള കരുതലും കാര്യങ്ങളും വേണമെന്നും അതേപോലെ തന്നെ ഹെൽത്ത് സെക്ടർ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും തങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തകൾ വേണമെന്നും വ്യായാമവും UK ഒരുപാട് പാർക്കുകൾ മറ്റുള്ളതാണ്. അപ്പോൾ മാക്സിമം വ്യായാമത്തിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാനും ചികിത്സയ്ക്ക് പകരം അതായത് ഒരു അസുഖം വന്ന് ചികിത്സിക്കുന്നതിന് മുൻപേ തന്നെ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിവെൻഷൻസ് ചെയ്യണമെന്നുമൊക്കെയാണ് സ്റ്റേറ്റ് ടീം പറഞ്ഞു വെക്കുന്നത്. രോഗങ്ങൾ നേരത്തെ കണ്ടെത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക, വാക്സിനേഷൻ സമയാസമയങ്ങളിൽ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതിലൂടെ അസുഖങ്ങൾ തടയുന്നതിനും അതുപ്രകാരം NHS സമ്മർദ്ദം കുറയ്ക്കാനും സാധിക്കുമെന്നും സ്റ്റേറ്റ് ടീം പറയുന്നു. അപ്പോൾ NHSന് ഇതിലൂടെയെല്ലാം കൂടുതൽ എഫിഷ്യന്റ് ആക്കാൻ സാധിക്കുമെന്നും NHSന് കൂടുതൽ ഫണ്ടിങ് നൽകി കഴിഞ്ഞാൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നും സ്റ്റേറ്റ് ടീം കണ്ടെത്തുന്നു. അപ്പോൾ സ്റ്റേറ്റ് ടീമിന്റെ വിലയിരുത്തലുകൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം NHSന് കൂടുതൽ ഫണ്ടിങ് നൽകുകയാണെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ നഴ്സിംഗിനും റിക്രൂട്ട്മെന്റും കാര്യങ്ങളെല്ലാം ഇനി കൂടുതൽ മുന്നോട്ട് വരാനും മറ്റും സാധിക്കും. അതേപോലെ തന്നെ ASEAനും ആവശ്യപ്പെട്ടിട്ടുണ്ട് NHSന് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സിവിൽ സർവീസ് ജോബിനെ കുറിച്ചായിരുന്നു കേട്ടോ. നിങ്ങൾ പുതിയ ഇതേപോലെ സിവിൽ സർവീസ് ജോബ്സ് അതേപോലെ NHS ജോബ്സും അതേപോലെ UK ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളൊക്കെ എനിക്ക് അറിയുന്ന മുറയ്ക്ക് നിങ്ങളുമായി എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അതേപോലെ തന്നെ കുറേ ആൾക്കാർ സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ UK യൂണിവേഴ്സിറ്റികളെ കുറിച്ചൊക്കെ പലരും ഈ യൂണിവേഴ്സിറ്റി നല്ലതാണോ അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മാക്സിമം ഇവിടെ ഇരുന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കൾ ചോദിച്ചിട്ടൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ. എങ്കിലും ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലും അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വീണ്ടും കാണാൻ വേണ്ടി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഇനി ഒക്ടോബറാണ്, ഞാൻ നേരത്തെ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഹാലോവീൻ ആണ് ഈ ഒരു മാസം. ഒക്ടോബർ 30 ഹാലോവീൻ ഡേ ആണ്. അപ്പോൾ കൂടുതൽ ഹാലോവീൻ വിശേഷങ്ങളുമായിട്ടും നമ്മൾ ഷോർട്സ് വീഡിയോസിലൊക്കെ വരുന്നതായിരിക്കും. അതേപോലെ പറ്റുമെങ്കിൽ ഹാലോവീനെ കുറിച്ച് നല്ലൊരു വീഡിയോയും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി ബൈ, സീ യു.